നമസ്കാരം. ശാരദക്കുട്ടി എഴുത്തുകാരി എന്ന ലേബലിലാണ് അറിയപ്പെടുന്നതെങ്കിലും ശാരദക്കുട്ടിക്ക് ചേരുന്ന ലേബൽ ഇടതുപക്ഷ സഹയാത്രിക എന്നുള്ളതാണ്. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ന്യായീകരണ തൊഴിലാളി. കഴിഞ്ഞ ദിവസം ഈ ശാരദക്കുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശ്ശൂരിലെ സ്ത്രീശക്തി പരിപാടിയിൽ അദ്ദേഹവുമായി നടി ശോഭന വേദി പങ്കിട്ടതാണ് ശാരദക്കുട്ടിയെ ചൊടിപ്പിച്ചത്. പക്ഷേ അത് തുറന്നു പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം ആ പരിപാടിയിലെ ജനപങ്കാളിത്തവും പ്രധാനമന്ത്രിയുടെ സ്വീകാര്യതയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതേസമയം കേരളീയം പരിപാടിയിൽ ശോഭന പങ്കെടുത്തതിൽ ശാരദക്കുട്ടിക്ക് യാതൊരു പരിഭവവും ഇല്ല, ന്യായീകരണവും ഇല്ല. ശാരദക്കുട്ടി തൻ്റെ അമർഷം വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നൃത്തവും സിനിമയുമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ശോഭന ഇന്നുവരെ സംസാരിച്ചു കേട്ടിട്ടില്ല. നീണ്ട അഭിമുഖങ്ങളിൽ പോലും അവർ കലാജീവിതമല്ലാതെ വ്യക്തിപരമായതൊന്നും വെളിപ്പെടുത്താറില്ല. മറ്റൊന്നും അവർ ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടുമില്ല. അവരുടെ വേദികൾ രാഷ്ട്രീയമായ ഇടമായല്ല, കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായി മാത്രമാണ് അവർ കാണുന്നത്. നവകേരള സദസ്സിൻ്റെ ഭാഗമായ കേരളീയത്തെയും മോദി വേദിയെയും അവർ ഒരുപോലെ കാണുന്നത് അതുകൊണ്ടാണ്. രാഷ്ട്രീയ അജ്ഞതയാണത്. മോദിയെക്കുറിച്ചും പിണറായിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും എഴുതി കൊടുക്കുന്നത് അവർ പറയും. രാഷ്ട്രീയ ബോധത്തിൽ അതാണ് അവരുടെ നില മാത്രമാണത്, നിലപാടല്ല. നാളെ ഗവർണറുടെ വേദിയിലും കോൺഗ്രസിൻ്റെ വേദിയിലും അവരെത്തും. അവരുടെ നിലയ്ക്കൊത്ത ചിലവുകൾ വഹിക്കാൻ സംഘാടകർ തയ്യാറെങ്കിൽ എഴുതി കൊണ്ടുവന്ന പ്രസംഗം അവർ തപ്പിയും തടഞ്ഞും വായിക്കും. അവരുടെ സംഘി ചായ്വ എന്നൊക്കെ ഇതിനെ പെരുപ്പിച്ചാലും അവരിത് അറിയാനോ ശ്രദ്ധിക്കാനോ പോകുന്നില്ല. ശ്രദ്ധിച്ചാലും പതിവ് ഐ ഡോണ്ട് കെയർ ഭാവമായിരിക്കും അവരുടേത്. എന്നെ ഒന്നും ബാധിക്കില്ല എന്നൊരു മട്ട് ആ സ്വയം പ്രഖ്യാപിത ഇരിപ്പിലും നടപ്പിലുമുണ്ട്. മല്ലിക സാരാഭായിയെപ്പോലെയോ ഷബാന ആസ്മിയെപ്പോലെയോ രാഷ്ട്രീയ ചിന്തകളുള്ള ഒരു വ്യക്തിയല്ല ശോഭന. BJP സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനമെടുക്കാൻ മാത്രമൊന്നുമുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരാളെക്കുറിച്ചും അവർ വായിച്ചു തീർത്ത ഒരു കുറിപ്പിനെക്കുറിച്ചും ഇത്ര ബേജാറാകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശോഭനയെ സംഖ്യയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ല, സംഖ്യകൾക്കത് ഗുണം ചെയ്യുമെന്ന് മാത്രം. ഇങ്ങനെയാണ് ശാരദക്കുട്ടി തൻ്റെ ഉള്ളിലുള്ള അമർഷം വാക്കുകളിലൂടെ വിസർജിച്ചിരിക്കുന്നത്. നൃത്തവും സിനിമയുമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ശോഭന സംസാരിച്ചു കേട്ടിട്ടില്ല എന്നാണ് ശാരദക്കുട്ടി പറയുന്നത്. താൻ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള പൂർണ്ണമായ വിവേചനാധികാരം ശോഭനയ്ക്കാണ്. താൻ പറയുന്നതൊക്കെ ശാരദക്കുട്ടിയെ മുൻകൂട്ടി അറിയിക്കുന്ന പതിവും ശോഭനയ്ക്കുണ്ടെന്ന് തോന്നുന്നില്ല. പണം കൊടുത്ത് കേരളീയത്തിൽ പങ്കെടുപ്പിച്ചതുപോലെയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടിയിലും നടന്നത് എന്നാണ് ശാരദക്കുട്ടിയുടെ ചിന്ത. ഒരു കമ്മിയുടെ നിലവാരത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് ശാരദക്കുട്ടിയെ കുറ്റപ്പെടുത്താനും കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ശോഭന എന്തു ചെയ്യണം, എവിടെ പോകണം, ഏത് രാഷ്ട്രീയ കക്ഷിയിൽ വിശ്വസിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശാരദക്കുട്ടിയാണെന്ന് തോന്നും ഈ കുറിപ്പ് വായിക്കുമ്പോൾ. എന്തായാലും ശാരദക്കുട്ടിയെ പോലെയുള്ളവർക്ക് ഇങ്ങനെയെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.